അടിമാലി നേര്യമംഗലം റേഞ്ചിലെ വനംവകുപ്പ് തയ്യാറാക്കിയ കയ്യേറ്റക്കാരുടെ പട്ടികയിൽ അവ്യക്തത. കണക്കുകൾ ഔദ്യോഗികമാണ് എന്ന് വനംവകുപ്പ് മന്ത്രി തന്നെ സ്ഥിരീകരിച്ചു. പട്ടയം ലഭിച്ചവർ പട്ടികയിൽ ഉൾപ്പെട്ടതിനെ കുറിച്ച് വിശദീകരിക്കാൻ വനംവകുപ്പിന് പക്ഷേ കഴിയുന്നില്ല. 1971 ശേഷം ഭൂമി കയ്യേറിയവർക്ക് പട്ടയം നൽകുമെന്ന് മന്ത്രി പ്രഖ്യാപിച്ചെങ്കിലും നിലവിലെ നിയമം അനുസരിച്ച് അത് സാധ്യവുമല്ല. സുപ്രീം കോടതിയും കേന്ദ്ര സർക്കാരും അംഗീകരിച്ച നയമനുസരിച്ച് 1/1/1977 മുമ്പ് വനഭൂമി കയ്യേറിയവർക്ക് മാത്രമേ പട്ടയത്തിന് അർഹതയുള്ളൂ. എന്നാൽ ഇടുക്കിയിൽ വനംവകുപ്പ് തയ്യാറാക്കിയ പട്ടികയിൽ ഭൂമി കൈവശം വയ്ക്കുന്നവർ ഈ കാലയളവിന് ശേഷം കയ്യേറിയവരാണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. മൂന്നാർ ഡിവിഷന് കീഴിൽ 978 പേരാണ് ഈ കയ്യേറ്റ പട്ടികയിലുള്ളത്. പട്ടികയിൽ ഉൾപ്പെട്ടവർക്ക് പലർക്കും പട്ടയവുമുണ്ട്. എന്ത് പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് ഈ പട്ടിക തയ്യാറാക്കിയതെന്ന് വ്യക്തമാക്കാൻ വനംവകുപ്പിന് കഴിയുന്നില്ല. ഇവരെയൊന്നും കയ്യേറ്റക്കാരായിട്ടല്ല, കുടിയേറ്റക്കാരായി മാത്രമേ കണക്കാക്കൂ എന്നാണ് വനംവകുപ്പ് മന്ത്രിയുടെ പ്രഖ്യാപനം. ഗവൺമെന്റ് പട്ടയം കൊടുത്തവരെ കുടിയേറ്റക്കാരായി കാണുന്നില്ല, കയ്യേറ്റക്കാരായി കാണുന്നില്ല. ഗവൺമെന്റ് കൊടുത്ത പട്ടയക്കാരെ കയ്യേറ്റക്കാരായി കാണുന്നില്ല, കുടിയേറ്റക്കാരാണ്. ഗവൺമെന്റിലെ പട്ടയം കൊടുത്തത്. ഇതുള്ളപ്പോൾ പിന്നെ ഗവൺമെന്റ് എങ്ങനെ പട്ടയം കൊടുക്കുക? ഗവൺമെന്റിന് നയപരമായ തീരുമാനം എടുക്കാൻ അവകാശമില്ലേ? 1977 ശേഷം കയ്യേറിയവർക്ക് പട്ടയം ലഭിക്കണമെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെയും സുപ്രീം കോടതിയുടെയും അനുമതി വേണം. അത് സാധ്യമാകുമോ എന്നാണ് ചോദ്യം. മേഖലയിലെ 1093 ഹെക്ടർ വനഭൂമി കയ്യേറ്റമാണെന്ന കണക്ക് നിയമസഭയിൽ മന്ത്രി അവതരിപ്പിച്ചിരുന്നു. റവന്യൂ വനം വകുപ്പുകളുടെ സംയുക്ത പരിശോധന നടത്തുന്നതിന് രേഖകളില്ലെന്നിരിക്കെ ഈ കണക്ക് എങ്ങനെയെന്ന് വ്യക്തമാക്കണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. അടിയന്തരമായി ഈ പട്ടിക റദ്ദ് ആവശ്യമായ നടപടിയാണ് സർക്കാർ സ്വീകരിക്കേണ്ടത്. അല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പരിസ്ഥിതി സംഘടന ഈ കയ്യേറ്റക്കാരുടെ പട്ടികയുമായി കോടതിയിൽ പോയാൽ CHRലെ പട്ടയ വിതരണം കോടതി തടഞ്ഞതുപോലെ ഈ മേഖലയിലെ ജനങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്ന നടപടികൾ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകും. എറണാകുളം, ഇടുക്കി ജില്ലകളിലായി വനഭൂമി കൈവശം വെച്ച് പട്ടയത്തിനായി അപേക്ഷ നൽകി കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് പേരുണ്ട്. ഇവർ മാത്രമല്ല, 1993 ശേഷം പട്ടയം ലഭിച്ചവർ പോലും ഇപ്പോൾ ആശങ്കയിലാണ്. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.